നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരത്തിൽ UDF ഭരണസമിതി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് CPIM തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 17 നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ശേഷം ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ജൂലൈ 17 തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ യൂത്ത് സ്കിൽസ് ഡേ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ ഓഫീസ് നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിൽ ജനോപകാരപ്രദമായ ഒന്നും നടപ്പാക്കാൻ UDFന് സാധിക്കുന്നില്ലെന്ന് ആരോപിച്ച് CPIM തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 17 നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ശേഷം ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. തമ്മിലടിയും ചേരിപ്പോരും കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളും സുരക്ഷിതത്വവുമാണ് ഇല്ലാതാകുന്നതെന്നും അവർ ആരോപിച്ചു. തൊടുപുഴ നഗരത്തിൽ UDF ഭരണസമിതി അധികാരത്തിലേറിയിട്ട് 7 മാസത്തിലേറെയായി. മാർച്ചിൽ സുന്ദര സുരക്ഷ നഗരമെന്ന തലക്കെട്ടിട്ട് ബജറ്റും പ്രഖ്യാപിച്ചു. അതിനുശേഷം നാളിതുവരെ ഒരു വികസന പദ്ധതികളും നടപ്പാക്കിയിട്ടില്ലെന്ന് CPIM പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോലാനിയിലെ അർബൻ വെൽനസ് സെന്ററിലെ HMC നിയമനം പോലും വൈകുന്നത് UDF ഭരണസമിതിയുടെ തമ്മിലടി തുറന്നുകാട്ടുന്നു. നഗരസഭയിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് BJP UDF ധാരണ പുറത്ത് മുന്നോട്ടു പോകുന്ന പവർ ഗ്രൂപ്പാണെന്നും പറയുന്നു. ഏതാനും കോൺഗ്രസ് ലീഗ് BJP അംഗങ്ങളാണ് ഈ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നതെന്നും അവർ ആരോപിച്ചു. ഭരണസമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 17-ാം തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ വെസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രതിഷേധ പ്രകടനം ആരംഭിച്ച് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിഷേധ യോഗം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം തൊടുപുഴ നഗരത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് കോലാനിയിലെ പ്ലാന്റ് 3.5 കോടി രൂപ മുടക്കിയാണ് അത് അവിടെ നിന്ന് വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തത്. അതിനുശേഷം PJ ജോസഫ് MLA ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ അന്നത്തെ KSRTCയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി പണിത ഷെഡിലോട്ട് ഈ അടുത്ത കാലത്ത് വേസ്റ്റ് കൊണ്ടൊന്ന് കൂട്ടിയിടുന്ന ഒരു സമീപനമുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് കാഞ്ഞിരമറ്റത്തെ വനിതാ വ്യവസായ കേന്ദ്രത്തിലോട്ടും വേസ്റ്റ് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ വേസ്റ്റ് മാറ്റിയ ഹരിതകർമ്മ സേനാംഗങ്ങളോട് അന്വേഷിച്ച് അറിയാൻ കഴിയും എത്രമാത്രം ചീഞ്ഞു ദ്രവിച്ച മാലിന്യങ്ങളോടൊപ്പം. അതിന്റെ തൊട്ടപ്പുറം ഓടയുണ്ട്. ഓടയിലോട്ട് മാലിന്യങ്ങൾ ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം ഒഴുകി ചെല്ലുന്ന ഒരു സമീപനം ഉണ്ടായി. കാഞ്ഞിരമറ്റത്തെ പ്രതിസന്ധി, കാഞ്ഞിരമറ്റത്ത് കൊണ്ടുവന്ന് പാക്ക് ചെയ്യാൻ സമീപനം അവർ സ്വീകരിക്കുകയുണ്ടായി. ഇത് തൊടുപുഴ നഗരത്തിൽ ഇപ്പം ഇവിടുത്തെ എല്ലാ മാലിന്യങ്ങൾ പയ്യെ പ്രതിഷേധം ഉയർന്നതിന് ശേഷം നീക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വാർഡുകളിൽ ഇത് വല്ലാതെ കെട്ടിക്കിടക്കുക. വാർഡുകളിലെ ഓരോ സ്ഥലത്തും ഓരോ വാർഡിലും സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. സെന്ററിൽ വ്യാപകമായി കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. കൂടാതെ വെള്ളക്കെട്ട് പരിഹരിച്ചു എന്ന് പൂർണ്ണമായും പരിഹരിച്ചു എന്ന് വാദം ഉയർത്തി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണെന്നും മുൻ ഭരണസമിതിയാണെന്നും പറഞ്ഞ് ബോർഡുകൾ ടൗണുകൾ സ്ഥാപിച്ച നമുക്കറിയാം. ഈ ചെറിയ മഴക്കാലത്ത് മഴ അത്ര ശക്തിപ്പെട്ടിട്ടില്ല. പക്ഷെ മഴ ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ തൊടുപുഴ പട്ടണം വെള്ളത്തിനടിയിലായി.
ഇത്തരത്തിൽ തൊടുപുഴ നഗരത്തിൽ ജനോപകാരപ്രദമായ ഒന്നും നടപ്പാക്കാൻ UDFന് സാധിക്കുന്നില്ല. തമ്മിലടിയും ചേരിപ്പോരും കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളും സുരക്ഷിതത്വവുമാണ് ഇല്ലാതാകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് CPIM തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 17 വെള്ളിയാഴ്ച നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തും. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. പ്രകടനം CPIM വെസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിക്കും. പ്രധാന നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, CPIM ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ്, തൊടുപുഴ നഗരസഭാ കൗൺസിലർ റിങ്കുമോൾ സെബാസ്റ്റ്യൻ എന്നിവർ തൊടുപുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ യൂത്ത് സ്കിൽസ് ഡേ നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. റിസർവ് ബാങ്കുമായി സഹകരിച്ച് നടത്തുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസുകളും ഇതോടൊപ്പം ആരംഭിച്ചു. 500-ലധികം സ്റ്റാർട്ടപ്പ് ഐഡിയകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പദ്ധതിയും MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ഇന്റർനാഷണൽ യൂത്ത് സ്കിൽസ് ഡേ നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. We have to make sure that our youth stays with us. They become part of the nation building process, our society building process, our law-making process. They are the ones who should guide this country, who should lead this country. But നമ്മുടെ സൂപ്പർ ബ്രെയിൻസ് ഒക്കെ പുറത്തു പോകും. അവരെ നാട്ടിൽ പിടിച്ചു നിർത്താൻ either we should create enough employment in Kerala or in India. Another possibility is to encourage entrepreneurship. If identify the skills of our youth, അവരെ നർച്ചർ ചെയ്ത് അവരെ പരിശീലിപ്പിച്ച് അവരേക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്ത് അവരേക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ട് ഓൺട്രപ്രനേഴ്സ് ആവണം നമ്മൾ ട്രെയിൻ ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ഓൺട്രപ്രനേഴ്സ് ആവുമ്പോൾ അയാളൊരു കമ്പനി തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ he will give employment to many other people. So that way we can contribute to the economy, contribute to our society, and we can make sure that our youth stays within the country, within our state. They become part of our nation building process. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിനാണ് തുടക്കമായത്. ഇതോടൊപ്പം റിസർവ് ബാങ്കുമായി സഹകരിച്ച് നടത്തുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസുകളും ആരംഭിച്ചു. കൂടാതെ ഘട്ടം ഘട്ടമായി 500-ലധികം സ്റ്റാർട്ടപ്പ് ഐഡിയകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫ്ലാഗ് ഓഫും അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ആവശ്യമായ അറിവും പരിശീലനവും നൽകി അവർക്ക് ഭാവിയിൽ മികച്ച സംരംഭകരായി മാറാനുള്ള ഒരു അവസരമാണ് ഈ പ്രോഗ്രാമിലൂടെ നൽകുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് കുട്ടികൾക്ക് പുതിയ ആശയങ്ങളും ദിശാബോധവും പകർന്നു നൽകുന്ന ഒരു പദ്ധതിയാണ് സ്കൂളിൽ തുടർന്ന് നടക്കാനിരിക്കുന്നത്. സ്കൂൾ സീനിയർ പ്രിൻസിപ്പളും ഡീനുമായ സജി വർഗീസ് ആശംസകൾ നേർന്നു. ഇന്റർനാഷണൽ സ്കിൽസ് ഡേ ആചരണത്തിലെ മറ്റൊരു ആകർഷണം തൊടുപുഴ സ്വദേശിയും തൊടുപുഴ കാർമോട്സ് ഉടമയുമായ അർജുൻ K വേണു കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച റീമോഡൽ ചെയ്ത കാറായിരുന്നു. ഏതാനും വർഷം മാത്രം പഴക്കമുള്ള ഒരു കാറിനെ അതീവ ഭംഗിയുള്ള ഒരു വിൻറ്റേജ് കാറായി രൂപാന്തരപ്പെടുത്തിയാണ് അർജുൻ സ്കൂളിൽ അവതരിപ്പിച്ചത്. അത്യാകർഷകമായ കാറെടുത്ത് വളരെ കൗതുകത്തോടെ MLA സ്കൂൾ ഗ്രൗണ്ടിലൂടെ ഓടിച്ചു നോക്കുവാനും മറന്നില്ല. ഭാര്യയ്ക്കൊപ്പമാണ് MLA കാർ ഓടിച്ചത്. UK-യിലെ ഓസ്റ്റിൻ മോട്ടോർ കമ്പനി പുറത്തിറക്കിയ ഏറ്റവും ജനപ്രിയമായ ഒരു കാറായിരുന്നു ഓസ്റ്റിൻ 7. അതിൻ്റെ രൂപഭംഗിയും ചെറിയ വലിപ്പവും കൊണ്ട് അതിന് ബേബി ഓസ്റ്റിൻ എന്നൊരു വിളിപ്പേരും ഉണ്ടായിരുന്നു. നൂതന ആശയങ്ങൾ സ്വയം കണ്ടെത്തുവാനും പുതിയ സംരംഭക സ്വപ്നങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുവാനും ഇതുപോലെയുള്ള ശ്രമങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ നടത്തുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ യുവജനങ്ങളുടെ പങ്ക് ഉറപ്പിക്കുമെന്ന് അബു ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ജൂലൈ 17 തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ നിർവഹിക്കും. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് ഷിബു C നായർ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ പുതിയ സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും നടക്കും. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ജൂലൈ 17 വൈകിട്ട് 7 മണിക്ക് തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ വെച്ച് നടക്കും. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ നിർവഹിക്കും. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് ഷിബു C നായർ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ പുതിയ സർവീസ് പ്രോജക്ട് ഉദ്ഘാടനവും നടക്കും. റീജിയൻ ചെയർമാൻ അനിൽകുമാർ CC, മറ്റ് ലയൺസ് ക്ലബ്ബ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും.
2026-27 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് ആനന്ദ് എൻ, സെക്രട്ടറി അനിൽ എസ് കോയിക്കൽ, ട്രഷറർ സജിത് കാപ്പൻ എന്നിവർ സ്ഥാനമേൽക്കും. അന്നത്തെ ദിവസം തന്നെ നമ്മൾ പുതിയൊരു സർവീസ് പ്രോജക്റ്റും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നതാണ് പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി അന്ന് നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ എം എൽ എയും നിയമസഭാ ചീഫ് വിപ്പായ ശ്രീ അബു ജോൺ ജോസഫ് അദ്ദേഹമാണ് നമ്മുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. ലയൺസിന്റെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഓഫീസർമാർ പലരും പങ്കെടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുള്ള ലയൺ ഷൈൻ കുമാർ അദ്ദേഹം ആണ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിക്കുന്നത്. ഇൻഷുറിംഗ് ഓഫീസർ അദ്ദേഹമാണ്. മറ്റു ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട്. 7 മണിക്കാണ് നമ്മുടെ പരിപാടി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷിബു സി നായർ, ആനന്ദ് എൻ, അനിൽ എസ് കോയിക്കൽ, സജിത് കാപ്പൻ, അഡ്വക്കേറ്റ് രാജേഷ് പി എസ്, വിൻസെന്റ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹിളാ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ ES ബിജിമോൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മഹിളാ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തലാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തലാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്ത്രീകളോടുള്ള വെല്ലുവിളിയാണെന്ന് ES ബിജിമോൾ പറഞ്ഞു. വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഇത് കൃത്യമായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ UDF സർക്കാരിന് കഴിയുന്നില്ല എന്നും ES ബിജിമോൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മൾ നടപ്പിലാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് AC മൊയ്തീൻ നിയമസഭയിൽ വളരെ വിശദമായി പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി വളരെ രസകരമായ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിത് നേരത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞതല്ലേ? കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകിയത്? ആലോചിച്ച് നോക്കൂ. കവിത വിശന്നിരിക്കുക മനുഷ്യൻ. ഒത്തിരി കാലമായിട്ട് ഇച്ചിരി കഞ്ഞിക്ക് വേണ്ടി ചോദിച്ചോണ്ടിരിക്കുക. ഏറ്റവും അവസാനമാണ് ഇച്ചിരി കഞ്ഞി കിട്ടിയത്. താമസിച്ചു പോയവരുടെ കവിത കഴിക്കണ്ട എന്ന് പറഞ്ഞ് കവിതയുടെ മുന്നിൽ വെച്ച കഞ്ഞി എടുത്തോണ്ട് പോയാൽ സമ്മതിക്കുമോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ നമുക്ക് എത്രയോ മുമ്പേ നടപ്പിലാക്കേണ്ട ഒരു സാമൂഹിക നീതിയുടെ ഭാഗമാണ്. എത്രയോ മുമ്പേ നടപ്പിലാക്കേണ്ടതാണ്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്, സാർവത്രികമാക്കിയത്. അതുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റിയ നമ്മുടെ അമ്മമാർക്ക് അന്ന് പഠിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരികയും 4ാം ക്ലാസ്. മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ശാന്തി മുരുകൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ജയ മധു, CPI സംസ്ഥാന കൗൺസിൽ അംഗം VR ശശി, CS അജേഷ്, കുസുമം സതീഷ്, തങ്കമണി സുരേന്ദ്രൻ, നിഷാമോൾ ബിനോജ്, അനിത ശ്രീനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമാരമംഗലം MKNM സ്കൂളിൽ ദേവിക ഇംഗ്ലീഷ് പഠന പദ്ധതിക്കും മറ്റ് പുതിയ സംവിധാനങ്ങൾക്കും തുടക്കമായി. നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനു പുറമെ സ്കൂളിന്റെ ഔദ്യോഗിക Facebook, Instagram പേജുകളുടെ ലോഞ്ചിങ്ങും വിദ്യാർത്ഥികൾക്കായി സജ്ജമാക്കിയ പുതിയ സ്കൂൾ നഴ്സിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ MLA നിർവഹിച്ചു. കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ദേവിക പദ്ധതിക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് ദേവിക പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരമൊരു പദ്ധതി സ്കൂളിൽ നടപ്പാക്കാൻ തയ്യാറായ സ്കൂൾ മാനേജ്മെന്റിനെ നിയമസഭാ ചീഫ് വിപ്പ് അഭിനന്ദിച്ചു. ദേവികയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വീട്ടിൽ പോയതാണ്. അന്നാണ് ഈ ഒരു അധ്യാപികയെ കുറിച്ച് പലരും എന്നോട് പറഞ്ഞു തന്നത്. കുറച്ച് നാളുകൾ കൊണ്ട്, വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വിദ്യാർത്ഥികളുടെയും ഒക്കെ വളരെ എന്തൂസിയാസ്റ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ 100%, 150% ആത്മാർത്ഥത പുലർത്തി ഈ സമൂഹത്തിലേക്ക് ഒരു വലിയ മൂല്യവർദ്ധനവ്, വാല്യൂ അഡീഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യാപിക. തീർച്ചയായിട്ടും ഇന്ന് MKNM ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി വയ്ക്കുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ലാബ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ദേവിക പ്രോജക്റ്റിന് കൊടുത്തിരിക്കുന്ന പേര് ഏറ്റവും ഉത്തമമായ പേര് തന്നെയാണ്.
ഈ ഒരു പദ്ധതി വഴി ദേവികയുടെ ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കുമെന്ന ഒരു ഉറപ്പാക്കൽ കൂടിയാണ് സ്കൂൾ മാനേജ്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡെവലപ്പിംഗ് ഇംഗ്ലീഷ് വൊക്കാബുലറി, ഇൻട്രാക്ഷൻ, നോളജ് ആൻഡ് അഡ്വാൻസ്മെന്റ് എന്നതാണ് ഈ പദ്ധതിയുടെ പൂർണ്ണ രൂപം. വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷി, ആത്മവിശ്വാസം, ഇംഗ്ലീഷ് പദസമ്പത്ത് എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ ഒരു ഇംഗ്ലീഷ് ഭാഷാ വികസന ക്ലാസുകളുടെ പരമ്പരയാണ് ഈ പദ്ധതി. കഴിഞ്ഞ 3 വർഷമായി സ്കൂളിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും തികഞ്ഞ അർപ്പണബോധത്തോടെയും കാര്യക്ഷമതയോടെയും ഇത് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ദേവികയോടുള്ള ആദരസൂചകമായാണ് പ്രോഗ്രാമിന് ഈ പേര് നൽകിയിരിക്കുന്നതെന്ന് അധ്യാപകൻ സുഭാഷ് പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദേവിക ടീച്ചർ. ഇംഗ്ലീഷ് റെസിഡൻഷ്യൽ ക്യാമ്പിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആനുവൽ ഡേയിലെ കോമ്പയറിങ്ങിലുമെല്ലാം നമ്മുടെ ടീച്ചറിന്റെ ആ പ്രാവീണ്യം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടവരാണ്. ഈ വർഷത്തെ നമ്മുടെ സ്കൂളിലെ മൊഡ്യൂളിന്റെ പ്രിപ്പറേഷനിലായിരുന്നു ദേവിക ടീച്ചർ. ടീച്ചറിന്റെ 3 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷയെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയത്. ആ ഒരു സമയത്താണ് വളരെ ആകസ്മികമായി ടീച്ചറിന്റെ വേർപാട് ഉണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും ഷോക്കായിപ്പോയി. ഇപ്പോഴും ആ ഒരു വേർപാട് നടന്നുവെന്ന് ഞങ്ങൾക്ക് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം വലിയൊരു സ്ഥാനമാണ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദേവിക ടീച്ചർ ഞങ്ങളുടെ എല്ലാ മനസ്സിൽ കുറിച്ചിട്ടത്. ഇതിനു പുറമെ സ്കൂളിന്റെ പുതിയ കാൽവെപ്പുകളായ ഔദ്യോഗിക ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളുടെ ലോഞ്ചിങ്ങും വിദ്യാർത്ഥികൾക്കായി സജ്ജമാക്കിയ പുതിയ സ്കൂൾ നഴ്സിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ, ഹെഡ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ നൂതന സംരംഭത്തിലൂടെ സ്കൂൾ ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ ഓഫീസ് നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേക്കവലയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. MLA ഓഫീസിന്റെ പ്രവർത്തനം 24 മണിക്കൂറും മണ്ഡലം നിവാസികൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ വിഭാഗം ആളുകളുടെയും ജനപ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുക. അപ്പോ ഉദാത്തമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും അവകാശാധികാരങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമ്മുടെ മുൻപിൽ അനവധി പ്രശ്നങ്ങളുണ്ട്. അങ്ങ് CHR ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വിഷയങ്ങളുണ്ട്. പട്ടയ വിഷയം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ വികസനപരമായ നിരവധി കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. അപ്പോൾ ഇവയ്ക്കെല്ലാം ആ പ്രശ്നപരിഹാരങ്ങൾക്കും വികസന യാഥാർത്ഥ്യങ്ങൾക്കും ചാരുത പകരാൻ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏറ്റവും മാതൃകാപരമായി ശ്രീ സേനാപതി വേണു ഇന്ന് നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭദ്രദീപം തെളിയിക്കൽ മണ്ഡലത്തിൽ UDFന് ഏറ്റവും അധികം ലീഡ് നേടിയ ബൂത്തായ 105 നമ്പർ ബൂത്തിന്റെ പ്രസിഡന്റ് CJ തോമസ് നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഏത് സമയത്തും ഓഫീസുമായി ബന്ധപ്പെടാമെന്ന് MLA അറിയിച്ചു. നിങ്ങൾക്ക് ഏതാവശ്യവും ഒരു MLAയുമായി ബന്ധപ്പെട്ടുള്ള ഏതാവശ്യത്തിനും നിങ്ങൾക്ക് കടന്നു വരാം. കക്ഷി രാഷ്ട്രീയവും മറ്റ് എന്താ പറഞ്ഞ വിഭാഗീയതയോ ചിന്താഗതികളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, കാരണം ഇതൊരു പബ്ലിക് ഓഫീസാണ്. MLAയുടെ ഓഫീസിൽ എല്ലാവർക്കും കടന്നു വരാം. ഞാൻ ഏറെ നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യുന്നതിൽ ഈ ഉദ്ഘാടകൻ, കാരണം വളരെ തിരക്കുണ്ടായ സമയത്ത് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഈ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം എന്ന് ഏറ്റ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ തോമസ് രാജൻ, ബെന്നി തുണ്ടത്തിൽ, MJ കുര്യൻ, CS യശോധരൻ, MP ജോസ്, മുകേഷ് മോഹൻ, കിങ്ങിണി, ഷിഹാബ് ഈട്ടിക്കൽ, KR രാമചന്ദ്രൻ, ശ്യാമള വിശ്വനാഥൻ, മിനി ടോമി, റൂബി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ക്രഞ്ചീസ് ഔട്ട്ലെറ്റ് കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ടൗണിൽ കപ്പേള കോംപ്ലക്സിലാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്രഞ്ചീസ് ഔട്ട്ലെറ്റ് കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ടൗണിൽ കപ്പേള കോംപ്ലക്സിലാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻസ് ജോൺ ആയത്തുപാടം, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി സുകുമാരൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VJ ചെറിയാൻ, സെക്രട്ടറി സോജൻ ജോസഫ് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA,
ക്രഞ്ചീസ് കരിമണ്ണൂർ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഒരു പക്ഷേ കേരളത്തിലെ മാതൃകയാക്കേണ്ട ഒരു ബിസിനസ് പാറ്റേണാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുവാനും അതുവഴി തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കുവാനും നമ്മുടെ എക്കണോമിയിൽ അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനും നമ്മൾ എപ്പോഴും പറയും പണം ബാങ്കിൽ സൂക്ഷിച്ചാൽ വികസനം ഉണ്ടാകത്തില്ല. പണം ഒരു 4 തവണയെങ്കിലും പണം കൈമറിഞ്ഞ് ഒരു വർഷം ചെയ്താൽ മാത്രമേ എക്കണോമിയിൽ ബൂസ്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ എക്കണോമിക്ക് ഒരു വലിയ ബൂസ്റ്റാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ 5 ചെറുപ്പക്കാർ ഇവിടെ ഈ ക്രഞ്ചീസിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങുമ്പോൾ അവർക്ക് ഞാൻ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. അൽഫാം, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, മന്തി മുതലായ വിവിധ വിഭവങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ന് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് 37 ഔട്ട്ലെറ്റുകളാണ് ക്രഞ്ചീസിനുള്ളത്. ക്രഞ്ചീസിന്റെ ഈ കഴിഞ്ഞ ഈ കാലഘട്ടത്തിലുള്ള ജേർണിയിൽ ക്രഞ്ചീസിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പലതരത്തിലുള്ള ടെസ്റ്റുകളും ഫുഡ് പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഫുഡ് കൊടുക്കുന്നത്. ഒരു ഫുഡ് ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് ക്രഞ്ചീസ് പോകുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഫുഡ് ക്വാളിറ്റി നിലനിർത്തുന്നതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾക്ക് ഇതുപോലെ പുതിയ പുതിയ സംരംഭങ്ങൾ തുറക്കാൻ സാധിക്കുന്നത്. ക്രഞ്ചീസിനെ ഈ കരിമണ്ണൂരിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ തരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വളരെ മുമ്പോട്ട് പോകുമ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ സക്സസ് ആവാനുള്ള എല്ലാ സഹകരണവും നിങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്ഥാപനത്തിൽ അൽഫാം, ഫ്രൈഡ് ചിക്കൻ, ബർഗർ മുതലായ മന്തി, അൽഫാം മന്തി, പെരി പെരി മന്തി, സകല ചിക്കൻ്റെ വെറൈറ്റികളായിട്ടുള്ള മന്തികൾ എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ക്രഞ്ചീസ് ഗ്ലോബൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലിജിമോൻ ജോസഫ്, ഡയറക്ടർ ജിജോ ജോസഫ്, അനീറ്റ പ്രശാന്ത്, IT ഹെഡ് പ്രശാന്ത് ജോസഫ്, മാർക്കറ്റിംഗ് ഹെഡിലെ ജിജേഷ്, ജോബിൻ, ഷോൺ എന്നിവർ, HR ജിൻസി, അക്കൗണ്ടന്റ് ആതിര ബാബു എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നീതി പേപ്പർ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ എവർഷൈൻ സ്റ്റുഡിയോയുടെ എതിർവശം പാടത്തിൽ സിറ്റി സ്ക്വയറിലാണ് നീതി പേപ്പർ മാർട്ട് തുറന്നിരിക്കുന്നത്. നിയമസഭ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നീതി പേപ്പർ മാർട്ട് ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ എവർഷൈൻ സ്റ്റുഡിയോയുടെ എതിർവശം പാടത്തിൽ സിറ്റി സ്ക്വയറിലാണ് നീതി പേപ്പർ മാർട്ട്. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ K. ദീപക് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. എല്ലാത്തരം സ്കൂൾ, കോളേജ് സ്റ്റേഷനറി സാധനങ്ങൾ, ഓഫീസ് ഫയലുകൾ, പ്രിന്റിംഗ് പേപ്പറുകൾ, സ്കൂൾ ഓഫീസ് രജിസ്റ്ററുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഐറ്റംസ്, കളിക്കോപ്പുകൾ, മുൻനിര ബ്രാൻഡുകളുടെ പേനകൾ, പെൻസിലുകൾ, ആർട്ട് മെറ്റീരിയലുകൾ, നോട്ട്ബുക്കുകൾ എന്നിവയുടെ വൻ ശേഖരമാണ് നീതി പേപ്പർ മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശ്വസ്തയോടെ ന്യായമായ വിലയിൽ നീതി പേപ്പർ മാർട്ടിൽ നിന്നും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSc കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha.
അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ലഹരി വിരുദ്ധ സന്ദേശവുമായി പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ ക്രൈസ്റ്റ് വിങ്സ് ക്ലബ് ഉദ്ഘാടനവും ഇന്റർ കോളേജിയറ്റ് ഫുട്ബോൾ ടൂർണമെന്റും നടന്നു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മരുന്നുകളുടെ വ്യാപനവും ഉപയോഗവും വ്യക്തിജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക വ്യവസ്ഥയെയും ഒരുപോലെ തകർക്കുന്ന ഗുരുതരമായ വിപത്താണെന്ന ശക്തമായ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പുളിയന്മല ക്രൈസ്റ്റ് കോളേജും വണ്ടർമേട് കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ലഹരി വിരുദ്ധ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇന്റർ കോളേജിയറ്റ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടത്തിയത്. ലഹരി മരുന്നുകളുടെ വ്യാപനവും ഉപയോഗവും വ്യക്തിജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക വ്യവസ്ഥയെയും ഒരുപോലെ തകർക്കുന്ന ഗുരുതരമായ വിപത്താണെന്ന ശക്തമായ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുകയെന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധം വളർത്തുകയും കായിക മത്സരങ്ങളിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലിയും സാമൂഹിക ഉത്തരവാദിത്വ ബോധവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നിയമപാലകരും പൊതുസമൂഹവും കൈകോർക്കുന്ന ശക്തമായ ജനകീയ പ്രതിരോധം ലഹരിക്കെതിരെ രൂപപ്പെടുത്തുന്നതിനും ഈ ടൂർണമെന്റ് വേദിയായി. റോയ് കെ പൗലോസ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിലെ
വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ഈ ചടങ്ങിന് ആധാരമായിട്ടുള്ളത് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ നാടിനെ നേരിടുന്ന ഏറ്റവും വലിയ, നമ്മുടെ തലമുറയെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം, മാരകമായ ലഹരി ഉപയോഗം നമ്മുടെ നാടെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ആ മാരകമായ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം 2 മാസം മുമ്പ് അധികാരത്തിലേറിയ UDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ചതിനെ പറ്റിയാണ് ഇവിടെ ബഹുമാന്യനായ ഡയറക്ടർ സൂചിപ്പിച്ചത്. വളരെ വലിയ ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഓപ്പറേഷൻ തൂഫാന് അനുകൂലമായി ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ പദ്ധതി, ഈ പ്രോഗ്രാം കേരളത്തിലെ ലഹരി മാഫിയയെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രഖ്യാപിച്ച ഈ പദ്ധതിക്ക് നാടെമ്പാടുമുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ വിഭാഗം ആളുകളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന. കട്ടപ്പന നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി, VR സജി, കട്ടപ്പന ഡിവൈഎസ്പി VT ഷാജൻ, ബിനോയ് എബ്രഹാം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ലഹരിവിരുദ്ധ സന്ദേശം പങ്കുവച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നതിനായി ക്രൈസ്റ്റ് വിങ്സ് എന്ന വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കും ചടങ്ങിൽ തുടക്കമായി. സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം ആശങ്കാജനകമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം വളർത്തുകയും ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ സഹപാഠികളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സജീവ വിദ്യാർത്ഥി വേദിയായാണ് ക്രൈസ്റ്റ് വിങ്സ് രൂപം കൊള്ളുന്നത്. ക്രൈസ്റ്റ് കോളേജ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ലിജോ കൊച്ചുവീട്ടിൽ CMI, പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി, വണ്ടർമേട് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഒറ്റപ്ലാക്കൽ, കോളേജ് ഫുട്ബോൾ ക്ലബ് കോർഡിനേറ്റർ ഗോകുൽനാഥ്, കോളേജ് പ്രോഗ്രാം കോർഡിനേറ്റർ മോബിൻ എബ്രഹാം, IQAC അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർസ് ലീവ മെഡിസിറ്റി പാലായുമായി സഹകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കുര്യൻ സക്കറിയ നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലാ മാർസ് ലീവ മെഡിസിറ്റിയുമായി സഹകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കുര്യൻ സഖറിയ നിർവഹിച്ചു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് നിതിൻ തരിയൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഷേർലി തരിയൻ, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് S രാജീവ്, വ്യാപാരി വ്യവസായി യൂണിറ്റ് സെക്രട്ടറി MM ശിവബിജു, ട്രഷറർ ബൈജു C ആൻഡ്രോസ്, രക്ഷാധികാരി ഷാജി P മാത്യു, സെക്രട്ടറി PG ബാബു, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സീന ജോളി, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് ബേബി കുര്യൻ, ട്രഷറർ കണ്ണൻ ഗുരുപൂജ, മാർസ് ലീവ മെഡിസിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ അസീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അറക്കുളം കട്ടക്കയം കുടുംബത്തിലെ മുതിർന്ന അംഗവും CPCRI റിട്ടയർഡ് സയന്റിസ്റ്റുമായ തൊമ്മച്ചൻ പേരപ്പൻ എന്ന് വിളിക്കുന്ന KJ തോമസിന്റെ 105ാം ജന്മദിനവും പാലാ കട്ടക്കയം കുടുംബയോഗത്തിന്റെ 58ാം വാർഷിക പൊതുയോഗവും അറക്കുളത്ത് സംഘടിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് KJ തോമസിനെ കുടുംബാംഗങ്ങൾ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അറക്കുളം കട്ടക്കയം കുടുംബത്തിലെ മുതിർന്ന അംഗവും CPCRIയിലെ റിട്ടയർഡ് സയന്റിസ്റ്റുമായ തൊമ്മച്ചൻ പേരപ്പൻ എന്നറിയപ്പെടുന്ന KJ തോമസിന്റെ 105ാം ജന്മദിനവും പാലാ കട്ടക്കയം കുടുംബയോഗത്തിന്റെ 58ാം വാർഷിക പൊതുയോഗവും അറക്കുളത്ത് സംഘടിപ്പിച്ചു. അറക്കുളത്തുള്ള റെക്സി അലക്സിന്റെ ഭവനത്തിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കുടുംബയോഗത്തിന്റെ ആത്മീയ ഉപദേഷ്ടാവായ ഫാദർ കുര്യൻ, കട്ടക്കയം കുടുംബയോഗം രക്ഷാധികാരി മാത്യു കട്ടക്കയം, പ്രസിഡന്റ് ചെറിയാൻ കട്ടക്കയം എന്നിവരുടെ സാന്നിധ്യത്തിൽ തൊമ്മച്ചൻ പേരപ്പൻ എന്ന് വിളിക്കുന്ന KJ തോമസിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കുടുംബയോഗത്തിന്റെ 58ാം കമ്മിറ്റി മീറ്റിംഗ് പ്രസിഡന്റ് ചെറിയാൻ കട്ടക്കയത്തിന്റെ അധ്യക്ഷതയിൽ നടന്നു. ജോയിന്റ് സെക്രട്ടറി റോണി അലക്സ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാർലി കട്ടക്കയം വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ഒക്ടോബർ മാസം വാർഷിക പൊതുയോഗം പാലായിൽ വെച്ച് നടത്തുവാനും യോഗം തീരുമാനിച്ചു. മഹാകവി കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ 90ാം വാർഷികവും കൂടി സംയുക്തമായി ഇതോടൊപ്പം നടത്തും.
കട്ടക്കയം കുടുംബയോഗം കമ്മിറ്റി അംഗമായ പ്രിന്റോ കട്ടക്കയം യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തി. KJ തോമസിന്റെ മക്കളായ ജോണിച്ചൻ, ചാക്കോച്ചൻ, ജോസഫ്, ആനി, ക്ലരിത എന്നിവരും ഇവരുടെ പങ്കാളികളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ ശകലം കഴിക്കുമായിരുന്നു കൂടെ. പക്ഷേ ഭയങ്കര ജാഗ്രതയാണ്. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പാമ്പാടുംപാറ ആശാൻപടി അംഗനവാടിക്കായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അംഗൻവാടിക്കൊപ്പം മിനി കമ്മ്യൂണിറ്റി ഹാളും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. 25 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു അംഗനവാടിയുടെ പ്രവർത്തനം. പാമ്പാടുംപാറ ദേവഗിരി ചെരുവിളയിൽ CT രാജൻ സൗജന്യമായി വിട്ടുകൊടുത്ത 5 സെന്റ് സ്ഥലത്താണ് ആശാൻപടി 75 നമ്പർ അംഗൻവാടിക്കായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. നിർമ്മാണ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡില് ദേവഗിരി ഭാഗത്ത് അംഗൻവാടി കെട്ടിടം ഇല്ലാത്തതിനാൽ കുട്ടികൾ വാടക കെട്ടിടത്തിലാണ് ഇപ്പം അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ 3-ാം വാർഡ് മെമ്പറും കൂടിയായ തങ്കമ്മ രാജിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ CT രാജു എന്നയാൾ സൗജന്യമായിട്ട് നമുക്ക് തന്ന സ്ഥലത്ത് ആണ് ഈ അംഗനവാടി നിർമ്മിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. 20 ലക്ഷം രൂപ ഈ അംഗനവാടിക്ക് നമ്മൾ ഫണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തുക നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കണ്ടെത്തി ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതായിരിക്കും. 25 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു അംഗൻവാടിയുടെ പ്രവർത്തനം. 20 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നില മിനി കമ്മ്യൂണിറ്റി ഹാളായി ഉപയോഗിക്കുവാനാകും. 25 വർഷമായിട്ട് അത് വാടക കെട്ടിടത്തിൽ മാത്രം മാറി മാറി പ്രവർത്തിച്ചു വരുന്ന സാഹചര്യത്തിൽ 2015-20 വർഷങ്ങളിൽ നമ്മൾ സ്ഥലം തേടി നടക്കുമ്പോൾ ശ്രീ രാജു ചരിവിള എന്നയാൾ 5 സെന്റ് സ്ഥലം നമുക്ക് സംഭാവനയായി തരികയും അതിന് നമ്മളൊരു ഫണ്ട് വെച്ചിട്ടാണ് ഇറങ്ങിയെങ്കിലും പിന്നെ വന്ന ഭരണസമിതി ഫണ്ട് കൊണ്ടുവന്നെങ്കിലും അത് നടക്കാതെ പോയി. വീണ്ടും നമ്മൾ ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മൾ 20 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഇപ്പോൾ സെൻ്ററുകൾ പണിയാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമ്മ രാജൻ, രാധാകൃഷ്ണൻ പിള്ള, ഷാജി മരുതോലിൽ, വിഷ്ണു ശ്രീമന്ദിരം, ഉഷാ സുധാകരൻ, ICDS സൂപ്പർവൈസർ ബിന്ദു, CT രാജു, ബിൻസി വട്ടോത്ത്, VP പ്രതീഷ്, സെക്രട്ടറി സ്റ്റാലിൻ ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരത്തിൽ UDF ഭരണസമിതി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് CPIM തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 17-ന് നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ശേഷം ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും ജൂലൈ 17-ന് തൊടുപുഴ പാപ്പുട്ടി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ യൂത്ത് സ്കിൽസ് ഡേ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ ഓഫീസ് നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.